ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നീണ്ട ഒരു മാസത്തോളമായി നാം ചെയ്ത ഇബാദത്തുകളും മറ്റുള്ള സുഹൃതങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സഹനത്തിൻ്റെയും ആർദ്രതയുടെയും കനിവിൻ്റെയും പട്ടിണിദാഹത്തിൻ്റെയും രാത്രി നമസ്കാരങ്ങളുടെയും അത്താഴങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും എല്ലാ നന്മകളുടെയും സമന്വയമായിട്ടുള്ള രാത്രികളാണ്, പകലുകളാണ് നമ്മിൽ നിന്നും വിട പറയുന്നത്. റഹ്മാനായ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ അധരങ്ങളിൽ നിന്നും നിർഗളിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അതിഥിയെ നാം വേണ്ടവിധം ആദരിച്ചുവോ സഹോദരങ്ങളെ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആരെയും കുറ്റപ്പെടുത്തലല്ല, ആരുടെയും ജീവിതത്തിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുന്നുമില്ല, ആരെയും പരസ്പരം തൂക്കി നോക്കേണ്ടതുമില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവിനാൽ പരിശ്രമിച്ചു. സാധ്യമാവിധം നാം റബ്ബിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഇബാദത്തുകൾ എത്രത്തോളം റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിചിന്തനമാണ് വിശ്വാസികളെ പ്രാർത്ഥന നിർഭരമായിട്ടുള്ള ഈ വേളകളിൽ നാം നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്തേണ്ടത്. ആരുടെയും നന്മകളും പ്രശംസയും ആത്മപരിശുദ്ധിയും അളന്നു നോക്കേണ്ട ഒരു ചുമതലയും നമ്മിലില്ല. ആരെയും അങ്ങനെ റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ചിട്ടുമില്ല. ആരുടെയും അമലുകൾ കൊണ്ട് ആത്മപ്രശംസ നടത്തേണ്ട ഒരു ബാധ്യതയും ഒരാൾക്കുമില്ല. മഹാനായ അബീ സലമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ, ആ സ്വഹാബി വളരെ ഇബാദത്തുകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ ആ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ഓമന പേരിട്ട്, ബറ എന്നാണ് ഓമന പേര്. പുണ്യവതി, നന്മകൾ ചെയ്യുന്നവൾ, ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവൾ എന്ന പേരിൽ ബറ എന്ന് അവരെ അപരനാമത്തിൽ അറിയപ്പെട്ടു. ഇത് അറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിശുദ്ധരാക്കണ്ട. ഇന്നല്ലാഹ അഅലമു ബി അഹ്ലിൽ ബിർറ മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണ് പുണ്യവാനെന്നും പുണ്യവതികളെന്നും റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരാളെയും ആത്മപ്രശംസ നടത്തേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നിങ്ങൾ പേര് വിളിച്ച് അവരെ നിങ്ങൾ പ്രശംസയാക്കേണ്ട ഒരു ബാധ്യതയും നിങ്ങൾക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബത്തെ ഓർമ്മപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്ം, അതിൽ 32-ാമത്തെ ആയത്തിൽ വിശ്വാസികളോട് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്ന ഒരു വചനമാണ്, ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖാ, നിങ്ങൾ ഒരാളെയും ആത്മപ്രശംസ നടത്തണ്ട. അദ്ദേഹം അള്ളാഹുവിലേക്ക് അടുത്തയാൾ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ കുറഞ്ഞയാൾ, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പരിശുദ്ധി നേടുന്ന ഒരു വർത്തമാനം ആരും ആരെക്കുറിച്ചും പറയണ്ട. ഹുവ അഅലമു ബിമനിത്തഖാ, റഹ്മാനായ റബ്ബിനറിയാം ആരാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത് എന്ന്. നാം പലവരും കേട്ട ഒരു ചരിത്രമാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽ പ്രധാനിയാണ്. അദ്ദേഹം മദീനയിൽ വഫാത്തായ വിവരം അറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് കാണുവാൻ വരുന്ന ആ സന്ദർഭം
വീട്ടുകാരിയായ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുകയാണ്, മരിച്ചു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ മുഹാജിറുകളിൽ പ്രധാനിയായ മദീനയിൽ ആദ്യമായിട്ട് വഫാത്താകുന്ന മുഹാജിറാണ് ഉസ്മാൻ ഇബ്നു മളഊൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാസയുടെ അടുക്കൽ നിൽക്കുമ്പോൾ വീട്ടുകാരിയായ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുകയാണ്, റഹ്മത്തുള്ളാഹി അലൈക്, അള്ളാഹു എത്ര ആദരിച്ച എത്ര അനുഗ്രഹിച്ച വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അബസായിബ് ഫഷാഹദത്തി അലൈക്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ട് എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുന്നത് സ്വഹാബ വനിതയാണ്, അൻസ്വാരികളിൽ പ്രധാനിയാണ്. പറയപ്പെട്ടതാകട്ടെ മഹാനായ ഉസ്മാൻ ഇബ്നു മളഊൻ മുഹാജിറാണ്, ആദ്യമായി മദീനയിൽ വഫാത്താകുന്ന മുഹാജിറുകളിൽ പ്രധാനിയാണ്. രണ്ടും സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സ്വഹാബിയെക്കുറിച്ചാണ് സ്വഹാബ വനിത പറയുന്നത്, റഹ്മത്തുള്ളാഹി അലൈക് അബസായിബ് ഫഹശഹാദത്തി അലൈക്, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, ഇദ്ദേഹത്തെ അല്ലാഹു തആല അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് അക്രമക്കല്ലാഹ്, നിനക്കാരാണ് അള്ളാഹു ഇദ്ദേഹത്തെ ബഹുമാനിച്ചു എന്ന് അറിവ് കിട്ടിയത്? ഉടൻ തന്നെ മഹദി പറയുന്ന മറുപടി, വമാ യുദ്രീക്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഫമൻ യുക്രിമുഹുല്ലാഹ്, അള്ളാഹു ഇവരെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് ആദരിക്കുക? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ യുദ്രീക്, നിനക്കെന്തറിയാം ഉമ്മുൽ അല, അന്നല്ലാഹ ഖദ് അക്രമഹു, അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചുവെന്ന് നിനക്കെന്ത് ഉറപ്പാണ് ഉമ്മുൽ അല? എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാഹി ഇന്നി ലഅർജൂ ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നീ ആരെയും പരിശുദ്ധയാക്കാൻ നോക്കണ്ട, അത് അള്ളാഹു അവൻ അറിഞ്ഞുകൊള്ളും. ഒരാളുടെ തഖ്വയനുസരിച്ചു കൊണ്ടുള്ള ആദരവ് റഹ്മാനായ റബ്ബ് നൽകപ്പെടും. ഭൗതിക ജീവിതത്തിലെ ഒരാളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നാം വിലയിരുത്തണ്ട എന്നാണ് ഈ ഹദീസിൻ്റെ, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെ താല്പര്യം. റമദാനിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്മെക്കൊണ്ട് സാധ്യമാകുന്ന രീതിയിലൊക്കെ അമല് ചെയ്തിട്ടുണ്ട്. ഇത് പരസ്പരം കുറ്റപ്പെടുത്തുകയോ പരസ്പരം ആത്മപരിശുദ്ധി വരുത്തുകയോ ചെയ്യുന്ന ഒരു വേളയല്ല. അവനവൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ മീസാനിൽ എത്രമാത്രം കനം തൂങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ഹിസാബിൻ്റെ വേളയാണ് വിശ്വാസികളെ. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കൊടുക്കുന്ന ഒരു ഹദീസാണ്, ഖിയാമത്ത് നാളിൽ ആദ്യമായിട്ട് 3 പേരെയാണ് വിചാരണക്കെടുക്കുക. പ്രവാചകർ പറയുകയാണ്, ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്ത, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന മനനങ്ങൾക്ക് വിധേയമായ ഒരു വലിയൊരു ആലിം, അദ്ദേഹത്തെ കൊണ്ടുവന്ന് റഹ്മാനായ റബ്ബ് വിചാരണ ചെയ്യും. വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, രണ്ടാമതൊരു വിഭാഗത്തെ കൊണ്ടുവരും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവർ. വറജുലുൻ കസീറുൽ മാൽ, അധികം ധനമുള്ളയാളെയും കൊണ്ടുവരുമെന്നാണ്. ഈ 3 പേരോടും റഹ്മാനായ റബ്ബ് ചോദിക്കും, നിനക്ക് എൻ്റെ റിസ്ക്, നന്മകൾ അല്ലെങ്കിൽ സമ്പത്ത് നൽകിയില്ലയോ? നിന്നെ ഞാൻ നല്ലൊരു ആലിമാക്കിയില്ലയോ? നല്ലൊരു യോദ്ധാവാക്കിയില്ലയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയും, ബലാ യാ റബ്ബ്, അതേ അല്ലാഹ്, എൻ്റെ സമ്പത്ത് കൊണ്ട് കുന്ത അസുലുർ റഹിമ അതസ്വദ്ദഖു, ഞാൻ കുടുംബബന്ധം പോറ്റി, ഒരുപാട് പേർക്ക് സ്വതക്ക കൊടുത്തു, ഞാൻ യുദ്ധം ചെയ്തു, ഞാൻ ഒരുപാട് പേർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഇത് പറയുമ്പോൾ റഹ്മാനായ റബ്ബും മലക്കുകളും പറയുമെന്നാണ്, കദബത്ത്, നീ കള്ളം പറയുകയാണ്. നീ നിന്റെ ജീവിതത്തിൽ ദുനിയാവിൽ നല്ല ഒരാളാകുവാൻ വേണ്ടി, നല്ല പേര് ലഭിക്കുവാൻ വേണ്ടി, പ്രകടനപരതയ്ക്കും റിയാനും വേണ്ടി നീ ചെയ്തതാണ്. അതിനു വേണ്ടിയാണ് നീ കുടുംബക്കാർക്ക് ഒരുപാട് പേർക്ക് നീ സ്വതക്ക നൽകിയത്, ഒരുപാട് പേർക്ക് നീ നന്മ ചെയ്തു കൊടുത്തത്. നിന്നെ നല്ലൊരു ധനാഢ്യനാണെന്ന് പറയണം.
നല്ലൊരു സ്വതക്ക ചെയ്യുന്ന ഒരാളാണെന്ന് നാട്ടുകാർ പറയണം, കുടുംബക്കാർ പറയണം. അതിനു വേണ്ടിയാണ് നീ ഈ നന്മകളൊക്കെ ചെയ്തത്. അതുകൊണ്ട് നീ കളവ് പറയുകയാണ്, നരകമാണ് നിന്റെ ഇരിപ്പിടമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഇതിൽ ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകളിൽ റിയാ വരാതെ, ലോകമാന്യതയും പ്രകടനപരതയും വരാതെ വളരെ പരമാവധി കാത്തു സൂക്ഷിക്കണം. ഇന്നിൻ്റെ ലോകത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തരുമ്പും ആ ഒരു ചിന്ത വരാൻ പാടില്ല. എൻ്റെ കുടുംബക്കാർ എന്നെ ഒന്ന് പുകഴ്ത്തണം, അവരുടെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടണം, എൻ്റെ നാട്ടുകാർ എന്നെ നല്ലവനാണെന്ന് പറയണം, നല്ല പ്രഭാഷകനാണെന്ന് പറയണം, നല്ല ധീരനാണെന്ന് പറയണം. അങ്ങനെ ഒരു ചിന്ത വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ, ഈ ദുനിയാവിലുള്ള ഈ ലോകത്ത് നമുക്ക് നമ്മുടെ മനസ്സകങ്ങളിൽ ഇങ്ങനെ ഒരു ദുഷ്ചിന്ത വരികയാണെങ്കിൽ വിശ്വാസികളെ പരാജയപ്പെട്ടുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും. ഈ ഹദീസ് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ടുകൊണ്ട് ഒരു സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു ഹദീസ് അള്ളാന്റെ റസൂലിൽ നിന്നും അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോഴേക്കും പറയുകയാണ്, യാ അബാ ഹുറൈറ, ഉലൈക സലാസതു അവ്വലു ഖൽഖില്ലാഹി തുസഅറു ബിഹിമൻ നാർ യൗമൽ ഖിയാമ. അതിൻ്റെ സത്യസാക്ഷ്യം ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് ഫുഇല ബിഹാഉലാഇ ഹാദാ ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്. ഇവരുടെ കാര്യം ഇങ്ങനെയാണ് എങ്കിൽ മറ്റുള്ളവരുടെ കാര്യമക്കളെ എങ്ങനെയാണ് റബ്ബേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുവെന്നാണ്. സുമ്മ ബകാ മുആവിയതം ബുകാഅൻ ശദീദ. ശക്തമായ കരച്ചിൽ അടക്കുവാൻ കഴിയാതെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുവെന്ന് ചരിത്രം പറയുകയാണ്. ഹത്താ വനന്ന അന്നഹു ഹാലിക്. കണ്ടുനിന്ന സ്വഹാബികൾ പറഞ്ഞുപോയി, ഇദ്ദേഹം ഇതോടുകൂടി മരിക്കും. അത്രയ്ക്കും ഹൃദയം പൊട്ടിക്കൊണ്ടുള്ള കരച്ചിലാണ്. ഇദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പാണ് എന്ന് കണ്ടുനിന്നവർ സാക്ഷ്യം വഹിക്കുകയാണ്. ആരാ ഈ മോശപ്പെട്ട വാർത്തയുമായി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്ന് പോലും സ്വഹാബികൾ ചോദിച്ചുവെന്നാണ്. ആരാണ് വന്നത് ഈ ഷർറുമായി? ഓർമ്മയെല്ലാം തിരിച്ചു വന്നതിന് ശേഷം ബോധവാനായിക്കൊണ്ട് എണീറ്റതിന് ശേഷം മുഖം കഴുകുകയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹ. ശേഷം പറയുകയാണ്, സ്വദഖല്ലാഹു വറസൂലുഹു. അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ ഓതുകയാണ്. മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയാ വസീനതഹാ nuwaffi ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ദുനിയാവിൻ്റെയും സീനത്തുകളുടെയും അതിലെ അലങ്കാരത്തെയുമാണ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുവെങ്കിൽ നാം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുമെന്നാണ്. ഒരു കുറവും അവർക്ക് വരുത്തുകയില്ല എന്ന റഹ്മാനായ റബ്ബിൻ്റെ വഅദയാണ് വിശ്വാസികളെ. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചിന്തിക്കാറുണ്ട്, എന്നെപ്പോലെയൊന്നും അത്ര റബ്ബിലേക്ക് അടുക്കാതെ ഇബാദത്തുകളിൽ മുഴുകാതെ നടക്കുന്നവന് എന്തെല്ലാം നിഅമത്തുകൾ. നമുക്കാണെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം, ജീവിതത്തിൽ നഷ്ടം, ഒരുപാട് വ്യവഹാരത്തിൽ നഷ്ടം. ഞാനാണെങ്കിൽ പരമാവധി റബ്ബിങ്കലേക്ക് അടുക്കുക എന്നുള്ള ആ ഒരു ചിന്തയുമായി നടക്കുന്നവനാണല്ലോ. എന്തു പറ്റി അല്ലാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആത്മരോധനം, ഒരു ആത്മവിശകലനം നമ്മിൽ നിന്ന് ഉണ്ടാകാറുണ്ട് മനസ്സുകൊണ്ടെങ്കിലും. അവിടെയാണ് വിശ്വാസികളെ ഈ ആയത്ത് മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയാ വസീനതഹാ. ആരെങ്കിലും ദുനിയാവിനെയും അതിൻ്റെ അഴകിനെയുമാണ് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. പൂർത്തിയാക്കി കൊടുക്കും റഹ്മാനായ റബ്ബ്. ഒരു കുറവും അവർക്ക് വരുത്തുകയില്ലെന്നാണ്. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറ. പരലോകത്ത് ഒന്നുമല്ലാത്തവരായി മാറും. ഇല്ലന്നാർ, നരകമല്ലാതെ. വഹബിത മാ സ്വനഉ ഫീഹാ വബാത്തിലും മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല. ജലരേഖ പോലെ നഷ്ടപ്പെടുത്തി കളയും റഹ്മാനായ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശ്വാസികളെ, ആത്മവിചാരണ വിശ്വാസികളെ റമളാനിൽ നാം നേടിയെടുക്കേണ്ടതാണ്.
അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിലെ 60-ാമത്തെ ആയത്ത് നമുക്ക് ഹൃദ്യസ്ഥമാണ്. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജ്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഹൃദയങ്ങൾ വിറങ്ങലിച്ചുകൊണ്ട് ദാനം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നവർ, ഹൃദയങ്ങൾ വിറവുകൊണ്ടാണ് അവർ ദാനം ചെയ്യുന്നത്. എന്തേ അവർക്ക് വിറങ്ങലിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ അവർക്കുണ്ടാകുന്നത്? വജ്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവരുടെ ഹൃദയങ്ങൾ വിറങ്ങലിച്ചത് റബ്ബിങ്കലേക്ക് തിരിച്ചു പോകണമല്ലോ എന്നുള്ള ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും കനം തൂങ്ങിയ ഒരു അവസരമാണ്. അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മനസ്സകം വജുലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ വല്ലാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ദുഃഖഭാരത്തോടുകൂടി എൻ്റെ റബ്ബിലേക്ക് ഞാൻ തിരിച്ചു പോകണമല്ലോ എന്നുള്ള ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അഹ്വർ റജുലു യസ്നി വയസ്രിഖു വയശ്റബുൽ ഖംർ. യാ റസൂലല്ലാഹ്, ഹൃദയങ്ങൾ വിറങ്ങലിച്ചുകൊണ്ട് ദാനം ചെയ്യുന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ആൾക്കാരുടെ പ്രത്യേകത, അവർ കള്ളുകുടിക്കുന്നവരാണോ, അവർ വിഭജിക്കുന്നവരാണോ, മോഷണം നടത്തുന്നവരാണോ, തിന്മയിൽ മുഴുകിയവരാണോ റസൂലേ? ആരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബീബക്കറിന്റെ മോളെ, ലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു. നീ കരുതുന്നത് പോലെയൊന്നും അല്ല ആയിഷ. അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, സ്വതക്കകൾ ചെയ്യുന്നവരാണ്, സുഹൃതങ്ങൾ മുഴുവനും ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നവരാണ്. ലാകിന്നഹു, പക്ഷേ വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻ, ചെയ്ത ധർമ്മങ്ങൾ, ചെയ്ത നമസ്കാരങ്ങൾ, ചെയ്ത ഇബാദത്തുകൾ എൻ്റെ റബ്ബ് എന്നിൽ നിന്നും സ്വീകരിക്കുമോ എന്നുള്ള ആ ഒരു വിറങ്ങലിപ്പാണ്, ആ ഒരു മനസ്സിലുള്ള ബേജാറാണ് അവർക്ക് ഈ ആയത്ത് ബാധകമാകും. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ എന്നുള്ള ഭയം ഉണ്ടാവുക. ഇതെല്ലാം എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആ ഒരു വെപ്രാളമാണ് അവർക്ക്. ആ ഒരു ചിന്തയാണ് വിശ്വാസികളെ. നാം ഈ കഴിഞ്ഞ 27 ദിവസത്തിലെ റമളാനിലെ രാവും പകലിലുമൊക്കെ കഷ്ടപ്പെട്ടവരാണ്. ഇത് സ്വഹാബികളോടുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. അവരുടെ മനസ്സകം അറിയുന്ന റഹ്മാനായ റബ്ബ് ഇറക്കിയ വചനമാണ്. എൻ്റെ റബ്ബിങ്കൽ ഇത് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിജി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന വിശ്വാസികളെ ഹൃദയഭേദകമാണ്. ഖലീലുള്ളയുടെ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടതോടനെന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന സൂറത്ത് ശുഅറ 26-ാം അധ്യായം 87 മുതൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, പുനരുദ്ധാന നാൾ എന്നെ നീ പരിഹസിക്കല്ലേ അല്ലാഹ്, എന്നെ നീ അപമാനിക്കരുത് റബ്ബേ. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ മഹ്ശറ വേളയിൽ എന്നെ നീ അപമാനിക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കപ്പെടാത്ത ദിവസമാണ്. യൗമ ലാ യൻഫഉ മാലും വബനൂൻ. ഒരു ഉപകാരവും അവിടെ ഇല്ല സഹോദരങ്ങളെ. ഒന്നും ഉപകരിക്കുകയില്ല, ഒരു പ്രയോജനവും ചെയ്യാത്ത മക്കളാകട്ടെ, സമ്പത്തുക്കളാകട്ടെ, നമ്മുടെ അധ്വാനമാകട്ടെ, ഒരു ഉപകാരവും ചെയ്യാത്ത ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി ആരാണോ റബ്ബിങ്കലേക്ക് എത്തിയിട്ടുള്ളത്, വഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീൻ, അത്തരം തഖ്വയുള്ളവർക്ക് മാത്രമാണ് സ്വർഗം അടുപ്പിക്കുക. അങ്ങനെയുള്ള ഹൃദയമായിരിക്കണം. ആ ഹൃദയത്തെ നേടിയെടുക്കുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത്? വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയങ്ങളിലുള്ള പകയും ഹസദും വിദ്വേഷവുമെല്ലാം ഇറക്കി വയ്ക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മ. അല്ലാഹുവിന്റെ സതുപദേശമാണ് പരിശുദ്ധ ഖുർആൻ. ഹൃദയങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന വിദ്വേഷത്തിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ.
മനുഷ്യനെ അധമരിൽ അധമരാക്കുന്ന വിദ്വേഷത്തിന്റെ മനസ്സകങ്ങൾക്കുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മാസമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. തഖ്വയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വിട്ടുവീഴ്ചയാണ് വിശ്വാസികളെ. പൊറുക്കാനുള്ളതാണ്, ക്ഷമിക്കാനുള്ളതാണ്. ഉമ്മയോട്, വാപ്പയോട്, സഹോദരങ്ങളോട്, വേണ്ടപ്പെട്ടവരോട്, സഹപാഠികളോട് പൊറുക്കുവാനുള്ളതാണ് തഖ്വ. വലാ തൻസുൽ ഫദ്ല ബൈനക്കും, പരസ്പരം ഔദാര്യം കാണിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അതിനുള്ള മാസമാണ് വിശ്വാസികളെ. സഹോദരന്റെ തകർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കരുത്. സഹോദരന്റെ തകർച്ചയിൽ നീ സന്തോഷിച്ചാൽ നിനക്ക് റഹ്മാനായ റബ്ബ് അനുഗ്രഹം ചെയ്യുന്നുവെന്ന് നീ കരുതുന്നുവെങ്കിൽ അത് നിന്റെ പരീക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ലാ തുൽഹിരി ശമാതത ലി അഖീക്, സഹോദരന്റെ ദുരിതത്തിൽ നീ സന്തോഷിക്കല്ല. നിനക്ക് അപകടം ചെയ്യും. അവന്റെ വളർച്ചയിൽ നീ അസൂയ വയ്ക്കരുത്. അവന്റെ ഉന്നമനത്തിൽ പാര വയ്ക്കരുത്. അവനുള്ള കച്ചവടം അവന് കിട്ടിക്കൊള്ളട്ടെ. അവന്റെ ബറക്കത്ത് അവൻ നേടിയെടുത്തോട്ടെ. അവന്റെ നിഅമത്ത് റബ്ബ് അവന് കൊടുത്തതാണ്. അതിനെ നാം തടസ്സം നിൽക്കുകയാണെങ്കിൽ ഫയർഹമുല്ലാഹു വയുബ്തലീക്, നിനക്കുള്ള ഈ റഹ്മത്തുണ്ടല്ലോ അത് നിനക്ക് പരീക്ഷണമായി തീരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപരവിദ്വേഷം സ്വതക്കയിലും നന്മയിലും പോലും നമ്മുടെ ആൾക്കാർ കാണുകയാണ്. പരിശുദ്ധ റമളാനിൽ പോലും പ്രവാചക ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഒരു സംഭവം അറിയാത്തവരായി നമ്മുടെ ഇടയിൽ ആരുണ്ട് സഹോദരങ്ങളെ? അള്ളാന്റെ റസൂലിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള അപവാദ പറച്ചിൽ. മുനാഫിക്കുകളാ തുടക്കം കുറിച്ചത്. ആ കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയും പെട്ടു, മിസ്തഹ് റളിയല്ലാഹു അൻഹുവും പെട്ടു. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനാകട്ടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാപ്പയാണ്, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ചിലവന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹിന് ചിലവന് നൽകിയില്ലെങ്കിൽ അടുപ്പ് പുകയില്ല. അങ്ങനെയുള്ള മിസ്തഹ് റളിയല്ലാഹു അൻഹു പോലും എൻ്റെ മകളുടെ അപവാദ പ്രചാരണത്തിൽ മുൻപന്തിയിൽ നിന്നു എന്നുള്ള വാർത്ത അറിയുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, ഞാൻ കൊടുക്കില്ല മിസ്തഹിന്. എൻ്റെ ചെലവിലാ ആ മിസ്തഹ് കഴിയുന്നത്. ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ അടുപ്പ് പുകയില്ല, അവന് അന്നം ലഭിക്കില്ല, മക്കൾ പട്ടിണിയിലാണ്, കുടുംബം പട്ടിണിയിലാണ്, എൻ്റെ ദാനം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. മിസ്തഹ്, അങ്ങനെയുള്ള മിസ്തഹ് എൻ്റെ മകൾക്കെതിരെ, എൻ്റെ പൊന്നാര മോൾക്കെതിരെ അപവാദം പറഞ്ഞുവോ എന്നുള്ള ആ ഒരു ചിന്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദൃഢപ്രതിജ്ഞയിലേക്ക് വരുത്തിയെന്നാണ്. ഇനി ഞാൻ കൊടുക്കില്ല എന്ന്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അബൂബക്കർ സിദ്ദീഖിന് മറുപടിയായിട്ട് ഇറങ്ങി സഹോദരങ്ങളെ. 24-ാം അധ്യായം സൂറത്തു അന്നൂർ 22-ാമത്തെ വചനം. അറിയുന്നവരാണ് നമ്മൾ, കേട്ടവരാണ്, ഹൃദ്യസ്ഥമാണ് നമുക്ക് ആയത്തുകൾ. പുറത്തു കൊടുക്കൂ സിദ്ദീഖേ, വൽ യഅഫു വൽ യസ്ഫഹു, മാപ്പ് ചെയ്യൂ, വിട്ടുവീഴ്ച ചെയ്യൂ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നീ ഇഷ്ടപ്പെടുന്നില്ല അബൂബക്കറെ അല്ലാഹു നിനക്ക് പുറത്തു തരുന്നത്? ഓ സുബ്ഹാനല്ലാഹ്. നിന്റെ മകൾക്കെതിരെ അപവാദം പറഞ്ഞതുകൊണ്ട് മാത്രം മിസ്തഹിന് ചെലവിന് കൊടുക്കില്ല എന്നുള്ള ദൃഢത നീ എടുക്കുവാനുള്ള ആ ഒരു ചിന്ത നിനക്ക് പാടില്ല. അല്ല ഇഷ്ടപ്പെടുകയില്ല. അല്ല നിനക്ക് പുറത്തു തരുവാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലേ അബൂബക്കറെ? അള്ളാന്റെ റസൂൽ വഹയിൽ കൂടി ലഭിച്ച ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഓടുകയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക്. ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ യാ റബ്ബനാ, എൻ്റെ റബ്ബേ, ഞങ്ങളുടെ അല്ലാഹ്, ഞാൻ ഇഷ്ടപ്പെടുകയാണ് നിന്റെ ഔദാര്യത്തെ, നിന്റെ സ്നേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, നീ പുറത്തു തരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, നിന്റെ വിട്ടുവീഴ്ചയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. വല്ലാഹി ലാ അൻസിഉഹാ മിൻഹു അബദാ, ഒരിക്കലും ഞാൻ കൊടുക്കാതിരിക്കില്ല റബ്ബേ, ഞാൻ ഒരിക്കലും കൊടുക്കാതിരിക്കില്ല. ഫീ മുഖാബലത്തി മാ കാന വല്ലാഹി ലാ അൻഫഹു ബിനാഫിഅത്തിൻ അബദാ. നോക്കൂ സഹോദരങ്ങളെ, അവരൊക്കെ ആ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടവർ.
അള്ള പുറത്തു തരാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അപരനോട് വിദ്വേഷം കാണിക്കുന്നത്? ഇപ്പൊ നമുക്കറിയുമല്ലോ, മഹത്തായ ഈ സലഫി മസ്ജിദ്, സാന്ദർഭികമായി പറയുകയാണ്, വ്യക്തിപരമായ ആരെയും നാം എടുത്തു പറയുകയല്ല, ഈ ഒരു ഉദാഹരണത്തിൽ കൂടി വിശ്വാസികളെ വേദന കൊണ്ട് പറയുകയാണ്. ഈ മഹത്തായ സലഫി മസ്ജിദ്, മസ്ജിദുർ റഹ്മാൻ, ഈ പരിസരത്ത് തൗഹീദിന്റെ വിളംബരം നൽകുന്ന ഒരു ആശാ കേന്ദ്രമാണ്, അല്ലയോ വിശ്വാസികളെ? അല്ലാഹുവല്ലാത്ത ഒരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കാത്ത മസ്ജിദുകളിൽ എണ്ണപ്പെട്ട ഒരു മസ്ജിദാണ് ഈ മസ്ജിദുർ റഹ്മാൻ. നിങ്ങൾ തരുന്ന നാണയത്തുട്ടുകൾ, നിങ്ങൾ തരുന്ന മാസവരികൾ, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഇവിടുന്ന സംഭാവനകൾ കൊണ്ടാണ് ഇവിടെ നടക്കുന്ന മദ്രസയും ഇവിടെ നടക്കുന്ന എല്ലാ ദൈനംദിന കാര്യങ്ങളും. വ്യക്തിപരമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. അല്ലമീൻ എന്ന എന്നോട് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്മിറ്റിക്കാരോട് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാം, ഏതോ ആകട്ടെ. പക്ഷെ അതിൻ്റെ പേരിൽ മസ്ജിദുർ റഹ്മാനിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്വതഖ അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഞാൻ കൊടുക്കുകയില്ല, അങ്ങനെ നടക്കുകയാണ് സഹോദരങ്ങളെ. എന്തൊരു ഗതികേടാണ്! എന്തു മതമാണ് നമ്മൾ പഠിച്ചത്? ഏത് ചരിത്രമാണ് നാം ഉൾക്കൊണ്ടത്? ഏത് ദീനിന്റെ വക്താക്കളാണ് നമ്മൾ? ഏത് സ്വർഗത്തിലേക്ക് പോകുവാൻ കാലെടുത്ത് വച്ചിരിക്കുകയാണ് നമ്മൾ? അള്ളാന്റെ മസ്ജിദിന് വേണ്ടി കൊടുക്കുന്ന ഈ ദാനത്തെ അത് നിഷേധിക്കുവാനോ എന്തെങ്കിലും കാരണം കൊണ്ട് അത് തടയുവാനോ ചെയ്യുന്നുവെങ്കിൽ, അത് പരിശ്രമിക്കുന്നുവെങ്കിൽ, വിശ്വാസികളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹ് പറഞ്ഞതുപോലെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ? നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വിശ്വാസികളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരി കൂട്ടുകയാണ്. നന്മകളായ നന്മകളൊക്കെ നാം ധൃതിയോടുകൂടി നാം വാരി കൂട്ടുകയാണ്. ആ കൂട്ടുന്നതിനിടയിൽ അപരവിദ്വേഷം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, സഹോദരനുമായിട്ടുള്ള ആ ബന്ധത്തിന് വിഘ്നം സംഭവിച്ചാൽ, കുടുംബക്കാരുമായിട്ടുള്ള ബന്ധത്തിന് പോറലേറ്റാൽ, വിശ്വാസികളെ രക്ഷയില്ല സഹോദരങ്ങളെ. നമ്മുടെ അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആകാശത്തിങ്കലേക്ക് റഹ്മാനായ റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മലക്കുകളോട് റഹ്മാനായ റബ്ബ് പറയുമെന്നാണ്, അവിടെ വച്ചേക്ക് അവന്റെ നന്മകൾ, അവിടെ ഇരിക്കട്ടെ അവന്റെ പുണ്യങ്ങൾ. അവർ രണ്ടുപേരും നന്നായതിനു ശേഷം മതി ഇവരുടെ ഇബാദത്തുകൾ ഞാൻ പരിഗണിക്കുക എന്ന് പറയുന്നത് ആരാ? റഹ്മാനായ റബ്ബ് അല്ലാഹു ജല്ല ജലാലഹു പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, വിശ്വാസികളെ, ഈ റമദാനിലെങ്കിലും മാറുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്നാ ഇതിന് ഒരു മാറ്റമുണ്ടാവുക? എന്നാണ് അതിനുള്ള അവസരമുണ്ടാവുക? ഇനിയും കാത്തിരിക്കുകയാണോ ഇനി ഒരു റമദാനിനെ? ഇനിയും കാത്തിരിക്കുകയാണോ നമ്മുടെ ആയുസ് ദൈർഘ്യത്തിനു വേണ്ടി? എത്തണം സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിന്റെ സവിധത്തിലേക്ക്. അതുകൊണ്ട് പൊറുക്കുകയും ക്ഷമിക്കുകയും കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളായെങ്കിലും മാറുക സഹോദരങ്ങളെ. പുണ്യങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ആ ധർമ്മങ്ങളെല്ലാം ഒരു മുടക്കവും വരുത്താതെ കൊടുക്കുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും സഹോദരങ്ങൾക്കും മസ്ജിദുകൾക്കും മദ്രസകൾക്കും അതിൽ ഒരു പോറലും വരരുത് സഹോദരങ്ങളെ. ഇതാണ് പ്രമാണം. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോഴാണ് പൊട്ടിക്കരയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹിനോട് പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ് നാം ഇവിടെ കേട്ടത്, നാം ഇവിടെ മനസ്സിലാക്കിയത്. അത്തരം മനസ്സിലാക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.